അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ടോക്സ്. ഇന്ന് പല സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നത്. എന്നാലോ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കുറച്ച് ജോലികളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് പോവാം. ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് വളരെയധികം യോജിച്ചതും ഉയരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ളതുമായ ഒരു ജോലിയെക്കുറിച്ചാണ്. അതായത് സ്റ്റിച്ചിങ് ജോബ്. നിങ്ങൾ തയ്യലറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിരവധി അവസരങ്ങളാണ് ഉള്ളത്. ഏത് മോഡൽ ഡ്രസ്സും ഇന്നത്തെ കാലത്ത് തയ്ക്കാൻ ഒരു പ്രയാസവുമില്ല. അതിന് നമ്മൾ കുറച്ച് മനസ്സ് വെക്കണമെന്നേ ഉള്ളൂ. എല്ലാ ഡ്രസ്സുകൾ തയ്ക്കുന്നതും നമ്മുടെ പല യൂട്യൂബ് ചാനലുകളിലും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതൊക്കെ കണ്ടു പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഫാഷൻ ഡിസൈനർ ആവാം. ഇന്നത്തെ കാലത്തെ തയ്യൽ കൂലിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പലപ്പോഴും നാം തുണി വാങ്ങുന്നതിനേക്കാളും കൂടുതൽ തയ്യൽ കൂലി കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ തന്നെ, നമ്മുടേതും നമ്മുടെ മക്കളുടേതും ഡ്രസ്സുകൾ നമ്മൾ തയ്ക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് വലിയൊരു ലാഭമാണ്. അതുപോലെ നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് നമ്മൾ തയ്ച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരു ഡ്രസ്സ് നമ്മൾ തന്നെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചോദിക്കും നന്നായിട്ടുണ്ടെങ്കിൽ ഇത് എവിടുന്നാണ് തയ്പ്പിച്ചതെന്ന്. അപ്പോൾ നമ്മളാണ് തയ്ച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ കൂടിയും നമുക്ക് കസ്റ്റമറെ കണ്ടെത്താവുന്നതാണ്. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടും ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജൊക്കെ തുടങ്ങി ഓൺലൈനിലൂടെ കസ്റ്റമറെ കണ്ടെത്താം. ഓൺലൈനിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കസ്റ്റമർക്ക് നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ വഴിയോ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുത്താൽ അവർ പല ആളുകൾക്ക് ഈ ഡ്രസ്സുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കസ്റ്റമർ എത്തുന്നതായിരിക്കും. രണ്ടാമത്തേത് മൈലാഞ്ചി ഇടലാണ്. ഇക്കാലത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പൈസ കിട്ടുന്ന ബിസിനസ്സാണിത്. നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവും ക്ഷമയും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ വിജയിക്കാൻ കഴിയും. കല്യാണ വീടുകളിൽ പോയിട്ടും അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് വരുത്തിയും മൈലാഞ്ചി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇന്ന് വളരെ ഡിമാൻഡുള്ള ഒരു ജോലിയാണ് മൈലാഞ്ചി ഇടൽ. അതിൽ അധികമാർക്കും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിതിൽ ശോഭിക്കാൻ കഴിയും. നല്ല ഏണിങ്സ് ഉണ്ടാക്കാനും കഴിയും. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് കോഴി വളർത്തലിനെ പറ്റിയാണ്. കുറച്ച് മുട്ടക്കോഴികളെ വാങ്ങി നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ദിവസവും നിങ്ങൾക്ക് നല്ലൊരു വരുമാനമുണ്ടാക്കാം. ഇതുപോലെ തന്നെ സൗകര്യമുള്ളവർ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങി വലുതാക്കി കൊടുത്താൽ നല്ല ലാഭം കൊയ്യാവുന്നതാണ്. അടുത്തത് ബേക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് പറ്റിയ ജോലിയാണ് കേക്ക് മേക്കിംഗ്. നിങ്ങൾക്ക് മനോഹരമായ കേക്കുകൾ ഉണ്ടാക്കാനും അതിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാക്കാനും സാധിച്ചാൽ ഇതിൽ നിങ്ങൾ വിജയിച്ചു എന്നർത്ഥം. നമ്മൾ ഭംഗിയുള്ള കേക്കുകൾ ഉണ്ടാക്കി ഓരോ ബർത്ത്ഡേ പാർട്ടിക്കും അല്ലാതെ മാരേജ് ഫങ്ഷൻസിനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് കഴിവുണ്ടായിരിക്കണം. ആ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടിരിക്കണം. അടുത്തത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. ഹോട്ടലുകളിലേക്കും ചായക്കടകളിലേക്കും ഓർഡറുകൾ സ്വീകരിച്ച് പഴംപൊരി, നെയ്യപ്പം, കട്ട്ലേറ്റ്, ചട്ടിപ്പത്തിരി അങ്ങനെ ഉള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾ രുചിയിലും ഭംഗിയിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കുന്നതാണ്. നിങ്ങൾ നന്നായി പാചകം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ചെറിയ പരിപാടികളുടെ കാറ്ററിംഗ് നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. കൃത്യസമയത്ത് തന്നെ നല്ല രുചിയുള്ള ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുത്താൽ വീണ്ടും നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടുന്നതായിരിക്കും. അടുത്തത് വീടിന് ചുറ്റും കുറച്ചധികം സ്ഥലമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് കന്നുകാലി വളർത്തൽ. ഒരു 10 കറുവ പശുക്കളെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ വലിയ തോതിലുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
വീട്ടിലെ പാലിന് വളരെ ഡിമാൻഡുള്ള കാലമാണിത്. ബാക്കി പാൽ സൊസൈറ്റിയിലും കൊടുത്താൽ കസ്റ്റമർ നിങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. ഇതുപോലെ തന്നെ ആടുകളെയും നമുക്ക് വളർത്താവുന്നതാണ്. ആട്ടിൻപാൽ നമുക്ക് ചായക്കടകളിലും മറ്റും കൊടുക്കാവുന്നതാണ്. ആടിൻ്റെ കുട്ടികളെ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നല്ല ഒരു പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.